നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പ്രോൺസ് മസാലയാണ്. അപ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമായ പ്രോൺസ് മസാല എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് ഒന്ന് നോക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ നമുക്ക് ഒരു 2 സവാള കൊത്തിയരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ സോയാ സോസും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ടേസ്റ്റ് മാത്രമല്ല നല്ലൊരു കളറും കൂടി ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെമ്മീനിന്നും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് നമ്മൾ 1/4 കപ്പ് മാത്രം വെള്ളം ചേർക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റും കൂടിയും തുറന്ന് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു.